പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 7 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ
കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ് പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങൾ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്ന പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാറ പൊട്ടിക്കണ തിരി വെക്കത്തില്ലേ? ഇപ്പം വേറെ എന്ത് സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ തിരിയാണ് വെക്കണത്. തിരി വെച്ചിട്ട് ഒരുത്തൻ തീ കൊടുത്തിട്ട് ഓടിക്കളയും. ഇപ്പം തിരി വെടിമരുന്ന് എവിടെയെല്ലാം വെച്ചിട്ടുണ്ട്, പാറ തുരന്ന് അതെല്ലാം പൊട്ടിപ്പിളർന്ന് വലിയ പൂങ്കാരത്തോട് ഭൂമി കുലുങ്ങി ആ പ്രദേശം മുഴുവൻ. അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ചിലർക്ക് പാറമടയ്ക്ക് ലൈസൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ ചില വീട്ടുകാർ കേസിന് പോണതാണ്. ഇപ്പോൾ അതിനേക്കാളൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള കുറേ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ചില സ്ഥലത്ത് ഓർക്കുക, ഈ ഉടമ്പടി എന്ന് പറയുന്ന ഉടമ്പടിക്ക് ശരിക്കും ഈ തിരി വെച്ചതും ഉടമ്പടിക്ക് മരുന്ന് വെച്ച് തീ വെച്ചതും ആദ്യം പത്രോസാണ്. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണമല്ലോ നല്ലതെന്ന്. അങ്ങനെ ചോദിച്ചില്ല, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചില്ല. പക്ഷേ അതിന് വേറെ ഒരു കാര്യം ചോദിച്ച പത്രോസ്. എന്നാ ചോദിച്ചത്? മത്തായി 19:10 പറഞ്ഞെടുത്തേ. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ ഭർത്തൃബന്ധം, ഉടമ്പടിയാണല്ലോ വിവാഹം, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അതാണ് ചോദിക്കുന്നത്. ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി, ചിലരൊക്കെ പറയത്തില്ല ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ല ഭേദമെന്ന്. എൻ്റെ മക്കളെ, അത് ഭേദമല്ല. ശരിക്കും ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ചില സമയത്ത് ഓർക്കുക, ചില ആൾക്കാരെ 55 വയസ്സുള്ള ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പോഴേ അവരിത്രയും നാൾ ക്രിസ്ത്യൻസായിട്ട് ജീവിച്ചതല്ലേ. ചിലർ 60 വയസ്സുള്ള ആൾക്കാർ വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ ഞെട്ടിത്തരിച്ചാണ് പറയണത്. 60 കൊല്ലം ജീവിച്ചിട്ട് കിട്ടാത്ത അനുഭവമാണ് വെറും 6 ദിവസം കൊണ്ട് കിട്ടുന്നത്. അതാണ് ഉടമ്പടി ഇപ്പോഴും ഇന്ന് നല്ല മഴയാണ് ഇവിടെയൊക്കെ. പക്ഷേ ഉടമ്പടി നിറച്ച ആളാണ് കൃപാസനത്തിൽ സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കാനും ഇതായിട്ട് ഉടമ്പടി എടുക്കാനും ഒക്കെ ആളാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചൊരു ഐഡിയ, പണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എന്താണ്, ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അത് കാരണം ആൾക്കാർ ശരിക്കും പുതുക്കുന്നുണ്ട്. എന്താ കാര്യം? ഉടമ്പടി ഉടനടി അനുഭവം കിട്ടുന്നത് മാത്രമല്ലല്ലോ, അത് ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുകയല്ലേ. അപ്പോൾ വിശ്വസ്തയോടെ വരാൻ വേണ്ടി അവർക്ക് ചിലർക്ക് ഇത്തിരി സമയമെടുക്കും. അപ്പോൾ കർത്താവ് പക്ഷേ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് തോന്നിയ ഉടമ്പടി സിമ്പിളാണ്. നമ്മൾ ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ചിട്ട് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ശരിക്കും നമുക്ക് ഇൻസെൻറ്റീവ് തരും. അതാണ് ഈശോ പറയണത്, ഭാര്യ ഭർത്താവ് ബന്ധം അല്ല ഉടമ്പടി ജീവിതം ഇത്തിരി പാടാണെങ്കിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. അതല്ല സംഭവം. കൃപ ലഭിച്ചവരാണെങ്കിൽ ഇത്തരം ചോദ്യം ചോദിക്കത്തില്ലെന്നാണ് ഈ പറയണത്. അതിൻ്റെ ഒരു മേക്കപ്പ് അങ്ങനെയാണ് കിടക്കണത്. ഇത് ഉടമ്പടിക്ക് കൃപ ലഭിച്ചവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. കൃപ ലഭിക്കാത്തവരാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ എനിക്ക് ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ, അതല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടിയെ അല്ല നമ്മൾ സംശയത്തിൽ നോക്കേണ്ടത്. കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം ഉടമ്പടിയുടെ നിയോഗം നിറവേറാമെന്നല്ല, ഉടമ്പടി ജീവിക്കാൻ കർത്താവേ ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. ഉടമ്പടി ജീവിക്കാൻ
എല്ലാ ഘട്ടങ്ങളിലും ഉടമ്പടിയിലാണെന്നുള്ള ബോധത്തോടു ജീവിക്കാൻ അതിനാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.